എല്ലാവരോടും നന്ദി പറയാണ്. കാരണം പാലക്കാടാണ് ഷൂട്ട്. കാരണം കൊച്ചിയിലാണെങ്കിൽ എനിക്കറിയാം നിങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഓടിയെത്തും. ഇത്രയും ദൂരെ ഷൂട്ട് വെച്ചിട്ടും ഇന്ന് രാവിലെ അവിടെ എത്തി. അതിന് മീഡിയയോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ഒന്നിക്കുന്ന അടുത്ത സിനിമയാണ്. ഏകദേശം 1.5 വർഷത്തോളം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളുമായിരുന്നു. ഒരു വലിയ സിനിമയാണ്. അത് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ 5 സിനിമകൾക്ക് ശേഷം 6ാം സിനിമ ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 50 ദിവസത്തെ മുകളിൽ ഷൂട്ട് ചെയ്യാൻ ഒരു 85-90 ദിവസത്തോളം ഷൂട്ട് ചെയ്യാൻ പോകുന്ന വലിയ സിനിമ. അപ്പം ഈ ഒരു യാത്രയോടെ തുടങ്ങുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിലൂടെ തന്നെ മുന്നോട്ട് പോകണം. അല്ല, വലിയ സന്തോഷം. മാളികപ്പുറത്തിന് ശേഷം വീണ്ടും 2 വർഷത്തിന് ശേഷം ഡയറക്ടർ ചെയറിലേക്ക് ഇരിക്കുകയാണ്. ഇതുവരെ നിമിത്തങ്ങളെല്ലാം നല്ല രീതിയിൽ വരുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം ചേട്ടൻ ഈ പടം എൻ്റെ അടുത്ത പടം വലിയൊരു പടമാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ടീം സ്റ്റുഡിയോസിൽ നമ്മൾ ഒരു 3-4 പടം കഴിഞ്ഞാൽ ഒരു കഥയായിട്ട് അപ്രോച്ച് ചെയ്യാൻ ഇത് വന്നപ്പോൾ മെയിൻ പ്രൊഡക്ഷനാണ് ടീം സ്റ്റുഡിയോസ്. നമുക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അതിൻ്റെ 2ാമത്തെ സിനിമയിൽ തന്നെ വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഒരുപാട് സന്തോഷം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പക്ഷം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വിശ്വാസ് സാറ് നമ്മുടെ ടീം സ്റ്റുഡിയോൻ്റെ നമ്മുടെ കൂടെ ഒരു ചെയ്യുവാണ് സിനിമ. അത് വലിയൊരു സന്തോഷമാണ്. നമുക്ക് കിട്ടൊരു വലിയൊരു ഭാഗ്യമാണ്. ഇനി അങ്ങോട്ടും ടീം സ്റ്റുഡിയോയുടെ എല്ലാ സഹായവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷവും തളിപ്പറമ്പിൽ വെച്ചൊരു സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഓക്കെയെന്ന് പറഞ്ഞു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിയായ സന്തോഷമുണ്ട് മാളികപ്പുറം ടീമുമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ. ഐ വിഷ് ദ ക്രിയേറ്റ് സക്സസ്. ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഈ സിനിമയിലെ ഒരു വേഷം ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അഭിലാഷിൻ്റെ ആനന്ദ ശ്രീബാല എന്ന സിനിമയിലുണ്ടായിരുന്നു. ഇത് 2ാമത്തെ പടമാണ്. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ മുരളിയേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ ലിങ്ക്സ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. എന്താ പറയുക, പറഞ്ഞില്ല പറയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന സിനിമ അഭിലാഷിൻ്റെ കൂടെ ഇത് 6ാമത്തെ സിനിമ എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന വളരെ റെയറായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ കൂടെ ഒരു സിനിമയാണ് സുമതി വളവ്. വിഷ്ണുവിൻ്റെ കൂടെ ആഫ്റ്റർ മാളികപ്പുറം, മുരളിച്ചേട്ടൻ്റെ കൂടെ ഇത്രയും എനിക്ക് തോന്നുന്നു ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് മുരളിച്ചേട്ടൻ. കുറേ നാളുകൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ മുരളിച്ചേട്ടന് വലിയൊരു നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാ ടീമിനും, സുമതി വളവ് ടീമിനും നന്ദി അറിയിക്കുന്നു. എന്തായാലും ഈ സിനിമ സക്സസ് ആയിരിക്കുന്നു എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു വലിയൊരു മൂവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ബഡ്ജറ്റുള്ളൊരു മൂവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. ഈ പടം സൂപ്പർ ഹിറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിലാഷേണ്ട കഥയല്ലേ, അപ്പോൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു. മാളികപ്പുറം ടീമിൽ തന്നെ സുമതി വളവിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അഭിലാഷേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജൻ ചേട്ടൻ്റെയും ശ്രീപത്തിൻ്റെയും കൂടെ ഒന്നുകൂടെയും കൂടെ ചെയ്യാൻ പോവാണ്. അത് മുരളീങ്ങളുടെ സിനിമയിൽ ഭാഗമാകാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. എന്നാലേ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇനി ഞങ്ങൾ അപ്ഡേറ്റ് പുറകെ അറിയിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്താ. കൊള്ളാം, ചോദിച്ചോ. സുമതിയിലൂടെ യാത്ര തുടങ്ങുവാണ്. അതെ, ഇന്നോട്ട് സുമതി വളവിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. 85 ദിവസം ആണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നൈറ്റ് ഷൂട്ടൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു 90-95 ദിവസത്തേക്ക് പോകുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് വലിയ സ്കെയിലെടുത്ത് അങ്ങനെ വെച്ചാൽ മാത്രമാണ് അതൊരു വിഷ്വൽ ട്രീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് വലിയ ബഡ്ജറ്റിൽ ഒരുക്കുന്നത്. ഏകദേശം 1.5 വർഷത്തോളം, ഞങ്ങൾ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് 2 വർഷം ആവുന്നു ഈ ഡിസംബറിൽ. അപ്പോൾ ഈ ഏകദേശം 2 വർഷത്തോളമുള്ള പ്രിപ്പറേഷനാണ് സുമതി വളവ് എന്നുള്ള സിനിമ. അപ്പോൾ അതിനുവേണ്ടി വിഷ്ണു എടുത്തൊരു എഫേർട്ട് എന്ന് പറയുന്നത് 2 കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടി. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇന്നൊരു വലിയ സ്കെയിലിൽ ചെയ്യുന്നു. തിങ്ക് സ്റ്റുഡിയോസ് പോലത്തെ ഒരു വലിയ കമ്പനി മലയാളത്തിലേക്ക് എത്തുകയാണ്. അവരിതിനു മുന്നേ ചെയ്തേക്കുന്നതൊക്കെ വലിയ സിനിമകളാണ്. അത് മറ്റ് ഭാഷയിലുള്ള സിനിമകളാണ്. ആദ്യമായി ഒരു മലയാളത്തിലേക്ക് എത്തുന്നത് സുമതി വളവിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡിയോസോട് വന്നപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി എന്തും പ്ലാൻ ചെയ്യാനൊരു ധൈര്യം കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മുരളിച്ചേട്ടനും തിങ്ക് സ്റ്റുഡിയോസും വന്ന് സുമതി വളവ് ഒരു വലിയ ബഡ്ജറ്റിലേക്ക് പോയത്. അപ്പോൾ ഇന്നിവിടെ തുടങ്ങുന്നു. ഏകദേശം 50 ദിവസത്തോളം പാലക്കാട് ഷൂട്ട്. അതിനുശേഷം ബാക്കി കോതമംഗലം കാടും ഫൈറ്റും സീക്വൻസൊക്കെ അവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 3-4 ദിവസം ട്രിവാൻഡ്രത്ത് ഷൂട്ട് കാണും. ഒറിജിനൽ സുമതി വളവ് ഷൂട്ട് കാണും.
ഇതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് പറയാനുള്ളത്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആർട്ടിസ്റ്റുകൾ അർജുൻ അശോകന്, ഗൂഗിൾ സുരേഷ് ഗോപി, സിദ്ധാർത്ഥ് ഭരതൻ, ബാലു വർഗീസ്, ശ്രാവൺ മുകേഷ്, അതേപോലെ നമ്മുടെ മാളവിക മനോജാണ് ഹീറോയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അതേപോലെ ജൂഹി, പവി കെയർടേക്കിലെ ഹീറോയിൻ ജൂഹി ഒരു ഹീറോയിൻ ചെയ്യുന്നുണ്ട്. ഗോപിക ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശിവത ചെയ്യുന്നുണ്ട്. പിന്നെ സിജാറോസ് ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഒരു 3 ഹീറോയിൻസ് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് സിനിമയിൽ. അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇത് ഞാനീ പറഞ്ഞത് കൂടാതെ കുറേ ആർട്ടിസ്റ്റുകൾ ക്യാമിയോ റോൾസ് ചെയ്യുന്നൊരു സിനിമയും കൂടെയാണ് സുമതിയുള്ളത്. തീർച്ചയായിട്ടും ഹൊറർ കോമഡി ജോണറിലാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ പേടിക്കാനും ആവശ്യത്തിൽ കൂടുതൽ ചിരിക്കാനുമുള്ള സീക്വൻസ് ഞങ്ങളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വർക്കൗട്ടായി വന്നാൽ തീർച്ചയായിട്ടും ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും സുമതിയുള്ളത്. ഇതിന് മുന്നേ ഞങ്ങൾ ഈ സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി മറ്റൊരു ട്രാക്കിലാണ് ഈ സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ സ്ഥിരം സിനിമകൾ അറിയാലോ, ഒരു ത്രില്ലർ സ്വഭാവം കാണും. ഇതിൽ ത്രില്ലർ ഉണ്ടെങ്കിലും അതിനെ ഹ്യൂമർ ട്രാക്കിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ്റെയൊക്കെ ക്യാരക്ടർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറായിട്ടൊക്കെ പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. പിന്നെ തിങ്ക് സ്റ്റുഡിയോസ് വന്നുകൊണ്ട് തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിലാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മെയിലാണ് ഞങ്ങളിത് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ അത്രയും ക്രൂഷ്യലാവുന്നത്. അപ്പോൾ മെയിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് സുമതിയുള്ളത് കാണും. ഇപ്പോഴത്തെ ഇട്ട ബഡ്ജറ്റിൽ നിന്ന് മേളിൽ പോകുന്നത് ഒരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ചോദിക്കേണ്ട. തിങ്ക് സ്റ്റുഡിയോസൊക്കെ ഞങ്ങളെ നോക്കി തുടങ്ങി. എന്തായാലും ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 15 to 20 ബഡ്ജറ്റ് വരുന്നൊരു സിനിമയാണ് സുമതിയുള്ളത്. അതിൻ്റെ ടെൻഷനുണ്ട്. പക്ഷേ ആ ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് പ്രേക്ഷകർ ഞങ്ങളെ സ്വീകരിക്കുമെന്നും അത് തിയേറ്ററിലൊരു വലിയ ഹിറ്റായി ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. അത്രയും വലിയ റിസ്ക് എടുത്ത് അത്രയും ബഡ്ജറ്റിൽ ഈ പടം ചെയ്യുന്നത്. അപ്പോൾ അത് ദൈവം കൂടെ നിന്നാൽ, നിങ്ങൾ മീഡിയാസൊക്കെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആൾ വരും. അന്യഭാഷയിൽ നിന്ന് ക്യാമിയോ റോളുകൾ ഉണ്ടാവുമെന്ന് അന്യഭാഷയിൽ നിന്ന് ക്യാമിയോ റോൾസ് പ്രതീക്ഷിക്കാം. സംസാരം നടക്കുന്നേ ഉള്ളൂ, പക്ഷേ എത്തും തീർച്ചയായിട്ടും. നമ്മൾ തിങ്ക് സ്റ്റുഡിയോസൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ച് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞില്ലേ, ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ആലോചിക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ക്യാമിയോ റോൾസ് ക്ലൈമാക്സിലെത്തും. തീർച്ചയായിട്ടും കാണും. പിന്നെ അറിയാനോ വെറുതെ കേട്ടോ, ഇവിടെ ലൊക്കേഷൻ പണിയൊന്നുമില്ല. അപ്പോൾ വെറുതെ ചെറിയ സാധനം. പിന്നെ നമ്മുടെ ദേവനന്ദയും ശ്രീപദും വീണ്ടും ഒന്നിക്കുന്ന സിനിമയും കൂടെയാണ്. അവരെയും ഇതിൽ ഹ്യൂമറിലാണ് അവരുടെ ക്യാരക്ടേഴ്സ് പോകുന്നത്. ഇതിൽ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല അവരുടെ ക്യാരക്ടേഴ്സിന്. ഫുൾ ഓൺ ചിരി തന്നെയാണ് സിനിമ.